ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർത്ത് മൊഡ്യൂളിലെ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. SHM. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവിനെ കുറിച്ചാണ്. വേവ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വേവ് മോഷൻ. എന്താണ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് വിച്ച് ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ്. അല്ലെങ്കിൽ നമുക്കറിയാം വേവ് വൈബ്രേഷൻ്റെ ഫലമായിട്ടാണ് വേവ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് വിച്ച് ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ. അപ്പോൾ വേവ് എന്താ ചെയ്യുന്നത്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ആണ് നടത്തുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് സൗണ്ട് ഒരു വേവാണ്. ഇപ്പോൾ സൗണ്ട്, ഇപ്പോൾ നിങ്ങൾ ലൗഡ് സ്പീക്കറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പീക്കറൊക്കെ ഓൺ ആക്കുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ടാവും? വേവ്സ് ഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ട് അത് എന്ത് ചെയ്യും? ആ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യും? എയറിലൂടെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? എനർജി ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കേൾക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് വിച്ച് ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. രണ്ട് ടൈപ്സ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ നിങ്ങൾ ആദ്യം പിക്ചർ നോക്കുക, എന്നിട്ട് അതിൻ്റെ ഡെഫിനേഷൻ നോക്കുക. അപ്പോൾ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വേവ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ആ നീല ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം മുകളിലോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് വരുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. പക്ഷേ വേവ് എങ്ങോട്ടാണ് പോകുന്നു? വേവ് മുന്നോട്ട് അങ്ങനെ പോവുകയാണ്. ആ ബ്ലാക്ക് ആരോ കാണിച്ചിട്ടുള്ളത് വേവിൻ്റെ പ്രൊപ്പഗേഷനാണ്. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വേവ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് എന്ത് പറയുക? പ്രൊപ്പഗേഷൻ ഓഫ് എ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ വേവ് മുന്നോട്ട് പോവുകയാണെങ്കിലും ആ പോണ വഴിയിൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? വേവിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അല്ലേ? മുകളിലോട്ടും താഴോട്ടും അല്ലേ വൈബ്രേറ്റ് ചെയ്യുന്നത്. അത്തരം വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വേവ് മുന്നോട്ട് പോകുന്നു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ടും താഴോട്ടും എന്ത് ചെയ്യുന്നു? ആ പാർട്ടിക്കിൾ, ആ വഴിയിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം വേവ്സിന് നമുക്ക് എന്ത് പറയാം? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. ഓക്കെ, എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് പാർട്ടിക്കിൾ, മീഡിയത്തിലെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? വേവ് പോകുമ്പോൾ പെർപെൻഡിക്കുലർ, അതായത് വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സിന് നമുക്ക് എന്ത് പറയാം? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പറഞ്ഞ കുറേ വേവ്സ് ഉണ്ട്. അതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. അതിനൊരു ഉദാഹരണമാണ് ഏത്? ലൈറ്റ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വേവ് പോകുമ്പോൾ ആ വേവ് സഞ്ചരിക്കുന്ന ഭാഗത്തുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? വേവിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ വേവ് മുന്നോട്ട് പോകുന്നത്. അതായത് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അത്തരം വേവ്സിന് നമുക്ക് എന്ത് പറയാം? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വേവ്സ്, ആ പിക്ചർ നോക്കുക. അതായത് വേവ് പോകുന്ന ഡയറക്ഷൻ, ആ ബ്ലാക്ക് ആരോയിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേവ് വരച്ചിട്ടുണ്ട്, ഒരു സ്പ്രിങ് മാതിരി കാണുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, പിന്നെ കംപ്രസ് ചെയ്യും, പിന്നെ എക്സ്പാൻഡ് ചെയ്യും, പിന്നെയും കംപ്രസ് ചെയ്യും. അങ്ങനെ മുന്നോട്ട് അങ്ങനെ പോവുകയാണ്. മറ്റത് അങ്ങനെ അല്ലായിരുന്നില്ല, മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ എന്താണ്? വേവ് പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? കംപ്രസും എക്സ്പാൻഷനും. അപ്പോൾ കംപ്രസ് ചെയ്ത്, അതായത് അവിടെ കൂടി നിൽക്കുന്ന ഭാഗമാണെന്ത്? കംപ്രഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഡ് ചെയ്യുന്ന, അതായത് അതാണ് എന്ത്? റയർഫാക്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, കംപ്രഷൻ ആൻഡ് റയർഫാക്ഷൻ. അത് ജസ്റ്റ് അറിഞ്ഞാൽ മതി എന്താണ് കംപ്രഷനും റയർഫാക്ഷനും. നിങ്ങൾക്ക് അറിയേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അതായത് വേവ് പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾ എന്ത് ചെയ്യണം, വൈബ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വേവ് മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, മുന്നോട്ടും പുറകോട്ടുമായിട്ട് വൈബ്രേറ്റ് ചെയ്ത് അങ്ങനെ പോവാം. ഓക്കെ, മറ്റോടത്ത് അങ്ങനെ ഇല്ലായിരുന്നില്ല. വേവ് മുന്നോട്ട് പോകുന്നു, മുകളിലോട്ടും താഴോട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം വേവ്സിന് നമുക്കെന്ത് പറയാം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം. അപ്പോൾ സൗണ്ട് വേവ്സ് അതിനൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, മുന്നിലേക്കും ബാക്കിലോട്ടുമായിട്ട് അതായത് ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യുന്നു, വൈബ്രേഷൻ നടക്കുന്നു. അത്തരം വേവ്സിനെ നമുക്ക് എന്ത് പറയാം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. അപ്പോൾ നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരുന്നു, അതേ തന്നെയാണ് ഇതിലും. അപ്പോൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. ഓക്കെ, അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിച്ചിരുന്നു, ഡിസ്കസ് ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഒരു വേവിൻ്റെ പിക്ചറാണത്. ഓക്കെ, അപ്പോൾ ആ പിക്ചറിൽ നോക്കിക്കോളൂ, വേവ് ലെങ്ത്ത്, ഓക്കെ, പിന്നെ ആംപ്ലിറ്റ്യൂഡ്, പിന്നെ ക്രസ്റ്റ്, പിന്നെ ട്രഫ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്രസ്റ്റ് എന്താ നോക്കാം. മുകളിലുള്ള ആ ഉയരം കൂടിയ ഭാഗം അതാണ് ക്രസ്റ്റ്. താഴെയുള്ള ആ താഴ്ന്ന് നിൽക്കുന്ന ഭാഗമാണ് എന്ത്, ട്രഫ്. ഓക്കെ, ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഇനി അടുത്തത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പൊസിഷന്. അപ്പോൾ ആ വേവ് പോകുമ്പോൾ നടുവ് കൂടെ ഒരു വരല്ലേ, ആ നടുവിലുള്ള വരയാണ് എന്ത്, മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പിക്ചറിൽ ആംപ്ലിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ട്, താഴെയാണ് അത് കാണിച്ചിട്ടുള്ളത്. അത് മുകളിലും വരയ്ക്കാം. എവിടെയാണെങ്കിലും എന്താണ്, മീൻ പൊസിഷൻ എന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ആ ഉയർന്ന ഭാഗത്തേക്ക് ആ നടുവിൽ നിന്നുള്ള വരയെന്നുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. റെപ്രസെൻ്റ് ചെയ്യുന്നത് എ എന്നുള്ള ലെറ്ററാണ്. സ്മാൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ എയും ഉപയോഗിക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്മാൾ ലെറ്റർ എ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് അപ്പോൾ ആംപ്ലിറ്റ്യൂഡ്, ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മെയിൻ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇനി ക്രസ്റ്റ്, ട്രഫ് പറഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്ക് വേവ് ലെങ്ത്ത്. വേവ് ലെങ്ത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ലാംഡ. ആ ബ്രാക്കറ്റിലിട്ട് ചിഹ്നമുണ്ടല്ലോ, വൈ തിരിച്ച പോലെ, അതാണ് എന്ത്, ലാംഡ എന്നാണ് അതിന് പറയാം, ലാംഡ. അപ്പോൾ എന്താണ് വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ, ഒരു വേവ് ലെങ്ത്ത് അതിൻ്റെ പേരിൽ തന്നെ അറിയും. ഒരു വേവിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു വേവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാൽ മതി, ഒരു കംപ്ലീറ്റ് ക്രസ്റ്റും ഒരു കംപ്ലീറ്റ് ട്രഫും നോക്കുക. അപ്പോൾ ഒരു വേവായി. അതിൻ്റെ ലീനിയർ ഡിസ്റ്റൻസ്, ഇത് നടുവ് കൂടെയുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, വേവ് ലെങ്ത്ത് എന്ന് പറയാം. അപ്പോൾ വേവ് ലെങ്ത്ത് അളക്കുന്നത് നോക്കിയാൽ, പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അളക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നോക്കാം, ഒരു ക്രസ്റ്റ് മുതൽ അടുത്ത ക്രസ്റ്റ് വരെ, അല്ലെങ്കിൽ ഒരു ട്രഫ് മുതൽ അടുത്ത ട്രഫ് വരെ. ഓക്കെ, അത് നമുക്ക് എന്തായിട്ട് എടുക്കാം, വേവ് ലെങ്ത്ത് ആയിട്ട് എടുക്കാം. അപ്പോൾ വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ദ ലെങ്ത്ത് ഓഫ് എ വേവിനാണ് നമ്മളെന്ത് പറയുക, വേവ് ലെങ്ത്ത് എന്ന് പറയാം. എങ്ങനെ മെഷർ ചെയ്യുന്നത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ്സ്. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകളോ അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ട്രഫുകളോ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡായി, വേവ് ലെങ്ത്തായി. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മെയിൻ പൊസിഷൻ. വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫ്രീക്വൻസി.
നമുക്കറിയാം എന്താണ് ദ നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടാവുന്നു അതിനെയാണ് എന്ത് പറയാം, ഫ്രീക്വൻസി എന്ന് പറയാം. അതിൻ്റെ യൂണിറ്റ് ആണെന്ത്, ഹെർട്സ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് HZ. ഫ്രീക്വൻസീനെ എഫ് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വേറെ ലെറ്റർ ഉപയോഗിക്കാറുണ്ട്, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എഫ് എന്നാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വേവുകളുടെ എണ്ണം. ഇപ്പോൾ 10 ഹെർട്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ഒരു സെക്കൻഡിൽ 10 വേവ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ടൈം പീരീഡ്. ഒരു വേവിന് ആവശ്യമായ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാം, ടൈം പീരീഡ് എന്ന് പറയാം. ദ ടൈം ടേക്കൺ ഫോർ എ വേവ്. ഓക്കെ. ഒരു വേവ്, ഇപ്പോൾ ഒരു വേവ് ഉണ്ടാവാൻ 2 സെക്കൻഡ് എടുത്തു. അപ്പോൾ ടൈം പീരീഡ് എത്ര, 2 സെക്കൻഡ്. ഓക്കെ. അതായത് ദ ടൈം ടേക്കൺ ഫോർ എ വേവ്. അപ്പോൾ നമ്മൾ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിരുന്നു, അതുതന്നെയാണ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, F=1/T. അതായത് ഫ്രീക്വൻസീനെ തിരിച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടൈം പീരീഡ് കിട്ടും. അല്ലെങ്കിൽ ടൈം പീരീഡിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഫ്രീക്വൻസി കിട്ടും. F=1/T. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്, യൂണിറ്റ് ഹെർട്സ്. ടൈം പീരീഡ് ദ ടൈം ടേക്കൺ ഫോർ എ വേവ്. F=1/T. ടൈം പീരീഡിൻ്റെ യൂണിറ്റ് പിന്നെ നിങ്ങൾക്ക് അറിയാം, ടൈമിൻ്റെ യൂണിറ്റ് തന്നെയാണ് സെക്കൻഡ്. ഇനി വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതന്നെ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വേവ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞിരുന്നു. ആ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. വേവ് വെലോസിറ്റി നോക്കുമ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, മുന്നോട്ട് എത്ര വേവ് സഞ്ചരിച്ചിട്ടുണ്ട്, അതായത് ഒരു സെക്കൻഡിൽ വേവ് എത്ര ദൂരം സഞ്ചരിക്കുന്നു, അതാണെന്ത്, വേവ് വെലോസിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഡിസ്റ്റൻസ് ആണെങ്കിലും കുഴപ്പമില്ല, നേരെയാണ് പോകുന്നത്. ദ ഡിസ്റ്റൻസ് ഓഫ് എ വേവ് ഇൻ 1 സെക്കൻഡ്. ഇത് ഒരു സെക്കൻഡിൽ വേവ് എത്ര ദൂരം പോയി, അതിനെയാണ് നമ്മൾ എന്ത് പറയാം, വേവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് അത് മുന്നോട്ടുള്ളതാണ്. മറ്റോടത്ത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞത് മെയിൻ പൊസിഷനിൽ മുകളിലോട്ടുള്ളതാണ്. ഓക്കെ. ഇത് ലീനിയറായിട്ട് വേവ് എത്ര ദൂരം സഞ്ചരിക്കുന്നു ഒരു സെക്കൻഡിൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം, വേവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഇത് വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ടൈം പീരീഡായിട്ടാണ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേവ് ഫോം ചെയ്യാൻ ആവശ്യമായ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു വേവ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വേവ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും, വേവ് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇത് ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ് ഉണ്ടാവാൻ ആവശ്യമായ സമയം, ആ സമയത്തിൻ്റെ ഉള്ളിൽ വേവിന് എത്ര ദൂരം മാറ്റം വന്നിട്ടുണ്ടാവും, വേവ് എത്ര ദൂരവും സഞ്ചരിച്ചിട്ടുണ്ടാവുക, ആ വേവിൻ്റെ ലെങ്ത്തിൻ്റെ അത്ര ദൂരമായിരിക്കില്ലേ മുന്നോട്ടുണ്ടായിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു ടൈമിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക, ടൈം പീരീഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും, വേവ് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, വേവ് ലെങ്ത് ബൈ ടൈം പീരീഡ്. ഓക്കെ. വെലോസിറ്റി ഈക്വൽ ടു വേവ് ലെങ്ത് ബൈ ടൈം പീരീഡ്, ദാറ്റ് ഈസ് V ഈക്വൽ ടു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ലാംഡ ബൈ T. ഇപ്പോൾ T എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ ലെറ്റർ T തന്നെ എഴുതണം, കാരണം ടൈം അല്ല, ടൈം പീരീഡാണ് എടുക്കുന്നത്, ഒരു വേവിന് ആവശ്യമായ സമയം. അപ്പോൾ ബട്ട് 1/T ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചു, 1/T പറഞ്ഞാൽ എന്താ, F ആണ്. അപ്പോൾ നമ്മളിവിടെ ലാംഡ ബൈ ടീന്ന് എന്ത് എഴുതാം, ലാംഡ ബൈ ടിയിൽ 1/T ഉണ്ട് അല്ലേ, ലാംഡ ഇൻറ്റു 1/T അല്ലേ എന്ത്, ലാംഡ ബൈ ടി.
അപ്പോൾ ഇവിടെ 1/tക്ക് പകരം എന്ത് എഴുതാം, എഫ് എന്ന് എഴുതാം. അപ്പോൾ വി ഈക്വൽ ടു എന്ത് എഴുതാം, എഫ് ലാംഡ. ഓക്കെ, അതായത് വി ഈക്വൽ ടു ലാംഡ ബൈ ടിയിലെ 1/tക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, എഫ് എന്ന് എഴുതാം. അപ്പോൾ വി ഈക്വൽ ടു എന്ത് എഴുതാം, എഫ് ലാംഡ. വി പറഞ്ഞാൽ എന്താ, വെലോസിറ്റി. എഫ് പറഞ്ഞാൽ എന്താ, ഫ്രീക്വൻസി. ലാംഡ പറഞ്ഞാൽ എന്താ, വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ മൂന്നുമുള്ള റിലേഷനായി. എന്താണ്, വി ഈക്വൽ ടു എഫ് ലാംഡ, വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഓക്കെ, വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ വി ഈക്വൽ ടു എഫ് ലാംഡ. ഓക്കെ, then okay, thank you.